എല്ലാ കഥകള് നേരത്തെ തന്നെ കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോ അതൊന്നും നമ്മളെ കേൾക്കില്ല. കാരണം ഈ കൈകൾ ശുദ്ധമാണ്. അതുകൊണ്ട് തന്നെയാണ് നേരത്തെ ഭാര്യയെ കുറിച്ചായിരുന്നു, ഇപ്പം മെല്ലെ മകളിലേക്ക് എത്തിയിട്ടുണ്ട്. കാണേണ്ട കാര്യം എന്താണെന്നറിയോ? മകള് ബാംഗ്ലൂരിൽ കമ്പനി തുടങ്ങാൻ പോകുന്നത് എന്റെ ഭാര്യ, അവളുടെ അമ്മ റിട്ടയർ ചെയ്ത് കിട്ടിയ കാശ് അത് ബാങ്കിൽ നിന്ന് എടുത്ത് കൊടുക്കുകയാണ്. നീ പോയിട്ട് നിന്റേതായ കമ്പനി തുടങ്ങുക, സ്വന്തമായിട്ട് ചെറിയ കമ്പനി തുടങ്ങിയാൽ മതി എന്ന് തുടങ്ങുകയാണ്. അപ്പൊ അതിൽ നിന്ന് വന്നതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കേൾക്കുമ്പോൾ എനിക്കൊരു മാനസിക കുലുക്കം ഉണ്ടാവില്ല. ഈ കൗണ്ടർ അഫിഡവിറ്റ് അദ്ദേഹത്തിന് വായിച്ചിട്ട് മനസ്സിലായിട്ടുണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം നടത്തിയ അവകാശവാദങ്ങൾ അത്ര ലളിതമായിട്ട് സ്ഥാപിക്കാൻ കഴിയുന്നതല്ല, അല്ലെങ്കിൽ അല്ലായിരുന്നു എന്ന് ഇപ്പോൾ ഒരുപക്ഷെ ഓർക്കുന്നുണ്ടാവും. എത്ര ഗുരുതരമായിട്ടുള്ള അഴിമതി ആരോപണവും വളരെ ലളിതമായിട്ട്, എത്ര ലാളിത്യത്തോടു കൂടിയാണ് അദ്ദേഹം വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞു തന്നത്. അപ്പോൾ സാധാരണ വിദ്യാഭ്യാസം സിദ്ധിച്ചവർക്ക് പോലും, നിയമ വിദ്യാഭ്യാസം സിദ്ധിച്ചവർക്ക് പോലും മനസ്സിലാകാത്തത്ര തരത്തിലുള്ള അതിസങ്കീർണമായിട്ടുള്ള അഴിമതിയുടെ തലങ്ങളാണ് ഈ SFIO അന്വേഷണത്തിലൂടെ പുറത്തു വരണമെന്ന് അല്ലെങ്കിൽ വരുമെന്ന് നാം പ്രതീക്ഷിക്കുന്നത്. SFIയുടെ അന്വേഷണം അതിൻ്റെ കൺക്ലൂഷനിലേക്ക് സത്യസന്ധതയോടുകൂടി എത്തില്ല എന്ന് നമുക്ക് പറയുവാൻ കഴിയുകയില്ല. മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ഈ ലളിതവൽക്കരണത്തിലൂടെ മാത്രമേ ഇതിനകത്തൊരു ഡിഫൻസ് പകല് പോലെ എല്ലാവർക്കും വ്യക്തമായിരിക്കുന്ന ഒരു കാര്യമാണ്. പിന്നെ 3 ഹൈക്കോടതികളെ, ഇവർ 3 കക്ഷികൾ 3 ഹൈക്കോടതികളെ സമീപിച്ചതിലൂടെ തന്നെ വ്യക്തമല്ലേ എന്തുകൊണ്ട് വ്യത്യസ്തമായിട്ടുള്ള ഹൈക്കോടതികൾ. ബഹുമാനപ്പെട്ട ഡൽഹി ഹൈക്കോടതി ഇത് ഫോറം നോൺ കൺവീനിയൻസ് എന്ന് പറയുന്ന ഒരു പ്രിൻസിപ്പിൾ സൈറ്റ് ചെയ്തുകൊണ്ട് ഇത് എന്റർടൈൻ പോലും ചെയ്യാതിരിക്കാൻ കഴിയുന്ന തരത്തിലൊരു കേസാണ്. ഡൽഹി ഹൈക്കോടതി എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ CMRL സമീപിച്ചിരിക്കുന്നത്? എന്തുകൊണ്ട് കേരള ഹൈക്കോടതിയെ സമീപിച്ചില്ല? ശ്രീമതി വീണ വിജയൻ കർണാടക ഹൈക്കോടതിയെ സമീപിച്ചു. 3 വ്യത്യസ്തരായിട്ടുള്ള ഹൈക്കോടതികളെ സമീപിച്ചുകൊണ്ട് ഒരേ വിഷയത്തിൽ, അതായത് ഒരു ഹൈക്കോടതിയുടെ ഈ വിഷയത്തിലുള്ള കാഴ്ചപ്പാട് ഒന്നാണെങ്കിലും മറ്റ് ഇനീഷ്യേറ്റീവ്സ് ഫ്രസ്ട്രേറ്റഡ് ആകരുത്, അല്ലെങ്കിൽ അത് പരാജയത്തിലേക്ക് പോകരുത് എന്നുള്ളത് കൊണ്ടാണ് ഈ 3 ഹൈക്കോടതികളെ സമീപിച്ചിരിക്കുന്നത്. ഇവിടെ ഈ ഹർജിയിലൂടെ CMRL ഉന്നയിച്ചിരിക്കുന്ന വാദങ്ങളൊന്നും തന്നെ നിയമത്തിൽ നിൽക്കുന്നതല്ല. അതിസാങ്കേതികത്വം ഉയർത്തിക്കൊണ്ട് ഏതു തരത്തിലും SFIO അന്വേഷണത്തിന് തടയിടുക എന്നുള്ളത് തന്നെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഈ 245G പ്രകാരം ഈ ഇൻസ്പെക്ഷൻ റിപ്പോർട്ടുകൾ, ഇൻകം ടാക്സ് ആക്ടിൻ്റെ ഇൻസ്പെക്ഷൻ റിപ്പോർട്ടുകൾ മറ്റാർക്കും ഇൻസ്പെക്ട് ചെയ്യുവാൻ കഴിയില്ല, എൻ്റെ കോപ്പി എടുക്കുവാൻ കഴിയില്ല എന്നൊക്കെ പറയുമ്പോഴും അവർ മനസ്സിലാക്കാത്ത കാര്യം, നോ പേഴ്സൺ ഷാൽ ബി എൻറ്റൈറ്റിൽ ടു ഇൻസ്പെക്ട്. അതൊരു എൻറ്റൈറ്റിൽമെൻ്റ് ആയിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഡിപ്പാർട്ട്മെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിവേചന അധികാരം വിനിയോഗിച്ചുകൊണ്ട് ആര് ആപ്ലിക്കേഷൻ കൊടുത്താലും അവർക്ക് കോപ്പി കൊടുക്കുവാൻ കഴിയും. അപ്പോൾ എന്നിരിക്കെ ഇതിനകത്ത് എൻറ്റൈറ്റിൽമെൻ്റ് ഇല്ല എന്ന് പറയുന്നത് മറ്റാരും ഇത് ഇൻസ്പെക്ട് ചെയ്യാൻ കഴിയില്ല, അല്ലെങ്കിൽ അവർക്ക് കോപ്പി കൊടുക്കുന്നതിൽ നിയമപരമായിട്ടുള്ള പരിമിതിയുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഈ സെക്ഷനിൻ്റെ അന്തസ്സത്തെ പരാജയപ്പെടുത്തുന്ന രീതിയിലാണ് അത്തരത്തിലുള്ള വായനകൾ പോകുന്നത്. എന്ന് മാത്രമല്ല 245H പ്രകാരം ഈ സെറ്റിൽമെൻറ്റ് കമ്മീഷന് ഇമ്മ്യൂണിറ്റി കൊടുക്കുവാൻ കഴിയും, പ്രോസിക്യൂഷനിൽ നിന്നും പെനാൽറ്റി അടിക്കുന്നതിൽ നിന്നും സംരക്ഷണം കൊടുക്കുവാൻ കഴിയും. പക്ഷേ അത് ബാക്കിയുള്ള സെൻട്രൽ ആക്ടുകൾ അതുപ്രകാരം ഉയരുന്ന ഗൗരവകരമായിട്ടുള്ള അഴിമതി ആരോപണത്തിന് കവചം പിടിക്കുവാൻ വേണ്ടിയിട്ടല്ല. ഇത് വ്യക്തമായിട്ട് 2007 ഭേദഗതി പ്രകാരം വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഈ സെറ്റിൽമെൻറ്റ് കമ്മീഷൻ ചില നിയമങ്ങളുടെ വിഷയത്തിലല്ലാതെ പൊതുവായിട്ട് ഇങ്ങനൊരു ഇമ്മ്യൂണിറ്റി അവർക്ക് കൊടുക്കുവാൻ കഴിയില്ല. അതിഗുരുതരമായിട്ടുള്ള അഴിമതി ആരോപണം ഈ സെറ്റിൽമെൻറ്റ് കമ്മീഷൻ്റെ ഉത്തരവിലൂടെ വെളിവാക്കപ്പെടുന്നുവെങ്കിൽ ആ ഉത്തരവ് പബ്ലിക് ഡൊമൈനിൽ അവൈലബിൾ ആണ്. അന്വേഷണത്തിന് അത് പരാതി കൊടുക്കുവാൻ വേണ്ടി ആ ഉത്തരവ് ആരെയെങ്കിലും പ്രേരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഈ അന്വേഷണ ഏജൻസികൾ, രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ആണെങ്കിലും പിന്നീടിപ്പോൾ നിയോഗിക്കപ്പെട്ട SFIO ആണെങ്കിലും ഈ ഏജൻസികൾക്കൊന്നും തന്നെ ഇതൊന്നും പരിശോധിക്കുവാൻ കഴിയുകയില്ല, പ്രോസിക്യൂഷൻ ഇനിഷ്യേറ്റ് ചെയ്യുവാൻ കഴിയില്ല എന്നൊക്കെ പറയുന്നത് വളരെ ബാലിശമായിട്ടുള്ള വാദമാണ്. ശരിയാണ്, പ്രോസിക്യൂഷൻ ഇനിഷ്യേറ്റ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് അത് സെൻട്രൽ ഗവൺമെൻറ്റാണ് ഇത് തീരുമാനിക്കേണ്ടതായിട്ടുള്ളത്. ആ ഒരു പ്രോസിക്യൂട്ട് ചെയ്യാൻ SFIOയെ ചുമതലപ്പെടുത്തുകയാണ് എന്നുണ്ടെങ്കിൽ കോടതിയിൽ നിന്ന് ഇതിൻ്റെ ഒരു റിപ്പോർട്ട് ഏതൊരു വ്യക്തിക്കും ഈ അന്വേഷണത്തിൻ്റെ റിപ്പോർട്ട് കിട്ടുന്നതാണ്. അപ്പോൾ അത്തരത്തിലൊരു രഹസ്യമായിട്ടുള്ള ഒരു നിയമ നടപടിയോ അങ്ങനെ ഒരു പ്രക്രിയയോ അല്ല സെറ്റിൽമെൻറ്റ് കമ്മീഷൻ്റെ മുൻപിലും വിഭാവനം ചെയ്തിരിക്കുന്നത്. എന്ന് മാത്രമല്ല, കമ്പനി നിയമപ്രകാരവും ഈ കോടതിയിൽ കൊടുത്തിരിക്കുന്ന റിപ്പോർട്ട് ഏതൊരു വ്യക്തിക്കും ആപ്ലിക്കേഷൻ വഴി കൈവശം വരുന്നതാണ്.
ഇതൊക്കെയാണ് വസ്തുതയെന്നിരിക്കെ ഒരു തരത്തിലും അന്വേഷണം മുൻപോട്ട് പോകാതിരിക്കാൻ വേണ്ടി എല്ലാ ഭാഗത്തു നിന്നും ഇവരെ എൻചെയിൻ ചെയ്യുന്ന രീതിയിൽ, ഇവരെ ചങ്ങലക്കിടുന്ന തരത്തിൽ ഉള്ള ശ്രമമാണ് ഈ നടന്നു വരുന്നത്. ബഹുമാനപ്പെട്ട ഡൽഹി ഹൈക്കോടതിക്ക് ഈ ഗ്രൗണ്ട്സ് എടുത്തിരിക്കുന്നതും അതിന് കൊടുത്തിരിക്കുന്ന ഈ മറുപടിയും കണ്ടാൽ വളരെ വ്യക്തമാകുന്ന കാര്യമാണ്. ഈ പല ഹൈക്കോടതികളിൽ പ്രൊസീഡിങ്സ് ഇനീഷ്യേറ്റ് ചെയ്യുന്നതും സ്റ്റാറ്റ്യൂട്ടിൻ്റെ നിയമത്തിൻ്റെ വകുപ്പുകൾക്ക് വിരുദ്ധമായിട്ട് അവയെ മിസ്റീഡ് ചെയ്തുകൊണ്ട് ഇത്തരത്തിലൊരു റിലീഫ് സീക്ക് ചെയ്യുന്നത് ഒരു തരത്തിലും നിലനിൽക്കുന്നതായിട്ടുള്ള കാര്യമല്ല. അപ്പോൾ എത്രയും പെട്ടെന്ന് ഇത്ര ആഴ്ചകൾക്കുള്ളിൽ SFIO അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കുമെന്ന് പറയുന്നത് മാത്രമല്ല, അതോടൊപ്പം തന്നെ ഇതിൽ വിശദമായിട്ടുള്ള ഒരു അഫിഡവിറ്റ് ഫയൽ ചെയ്യേണ്ടതായിട്ടുണ്ടെങ്കിൽ അതിനും അഫിഡവിറ്റ് ടെൻഡർ ചെയ്തിരിക്കുന്ന അധികാരി അതിനും സന്നദ്ധരാണ്, അവരതിന് വില്ലിങ്നെസ് ഉണ്ട് എന്നുകൂടെ ഇതിനകത്ത് പറയുന്നുണ്ട്. അപ്പം നടപടികൾ ഇനി കൂടുതൽ വിശദമായിട്ടുള്ള ഡിസ്ക്ലോഷേഴ്സിലേക്ക് ആവശ്യം ജനിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ തയ്യാറാണ്. അപ്പം ഈ ഒരു അവസരത്തിൽ അന്വേഷണം SFIO കോംപ്രമൈസ് ചെയ്യുന്നു എന്ന് നമുക്ക് പറയുവാൻ കഴിയില്ല. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും പ്രോസിക്യൂഷൻ നടപടികൾ അത് ആരംഭിക്കണോ വേണ്ടയോ എന്നുള്ളത് അത് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു വിവേചന അധികാരമാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ റിപ്പോർട്ട് കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ചതിന് ശേഷം നടപടി ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളതോ, അല്ലെങ്കിൽ അതിനകത്ത് അങ്ങനെ ഒരു രാഷ്ട്രീയം വരുമോ എന്നൊക്കെയുള്ളത് നാം കാത്തിരുന്ന് കാണേണ്ടതായിട്ട് വരും. മാത്യു കുഴൽനാട്, അദ്ദേഹത്തിന്റെ വിചാരം എങ്ങനെയും തട്ടിക്കളിയാന്നാണ്. അതിന് വേറെ ആളെ നോക്കുന്നതാണെന്നല്ലോ. എന്താ നിങ്ങൾ വിചാരിച്ചത്? മകളെ പറ്റി പറഞ്ഞാൽ ഞാനല്ലാതെ കിടുങ്ങിപ്പോകുന്നതാണ്. പച്ച കള്ളമാണ് നിങ്ങളിവിടെ പറഞ്ഞത്. നീ അത്തരത്തിലുള്ള ഒരു വ്യക്തിയെ എൻ്റെ മകളുടെ മെന്ററായിട്ട് ആ മകൾ ഒരു ഘട്ടത്തിലും പറഞ്ഞിട്ടില്ല. അപ്പം അത്തരം കാര്യങ്ങൾ മനസ്സിൽ വെച്ചാൽ മതി. അതാ പറഞ്ഞ അതെല്ലാം മനസ്സിൽ വെച്ചാൽ മതി. അതൊക്കെ മനസ്സിൽ വെച്ചാൽ മതി. ആളുകളെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടി എന്തും പറയുന്ന സ്ഥിതി എടുക്കരുത്. അസംബന്ധങ്ങൾ വിളിച്ചു പറഞ്ഞ് പിന്നെ വീണ്ടും അസംബന്ധങ്ങൾ ആവർത്തിക്കാനാണോ? വേണ്ടാത്ത കാര്യങ്ങൾ പറയാനാണോ ഈ സഭാവേദി ഉപയോഗിക്കുന്നത്? രാഷ്ട്രീയമായി കാര്യങ്ങൾ പറയണം. വെറുതെ വീട്ടിൽ കഴിയുന്ന ആളെ വരെ വിളിച്ച് ആക്ഷേപിക്കുന്ന നെയ്യാണോ എടുക്കേണ്ടത്? അതാണോ സംസ്കാരം? അപ്പൊ അത്തരം കാര്യങ്ങളുമായിട്ടല്ല മുന്നോട്ട് പോകേണ്ടത്. അതേ എനിക്ക് പറയാനുള്ളൂ. ഡൽഹി ഹൈക്കോടതി റിട്ട് ഡിസ്മിസ് ചെയ്തെന്ന് പറഞ്ഞാലും SFIO അന്വേഷണം എങ്ങനെ ഫലപ്രാപ്തിയിൽ എത്തിച്ചേരുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇനി മുൻപോട്ടുള്ള കാര്യങ്ങൾ നിർണ്ണയിക്കപ്പെടുക. ഇവിടെ SFIO ഇനിയിപ്പോൾ അന്വേഷണത്തിൽ എന്തെങ്കിലുമൊക്കെ ചെറിയ പ്രശ്നം കണ്ടെത്തിയാലും 447 പ്രകാരം, കമ്പനി നിയമത്തിൻ്റെ 447 പ്രകാരം ആ ഒഫൻസ് കണ്ട് പ്രോസിക്യൂഷൻ നടപടികൾ ഇനീഷ്യേറ്റ് ചെയ്തെങ്കിൽ മാത്രമേ ഇതിനകത്ത് EDക്ക് സ്റ്റെപ്പ് ഇൻ ചെയ്യാൻ കഴിയത്തുള്ളൂ. ED എന്ന് പറയുമ്പോൾ മണി ലോണ്ടറിങ് ആക്ടിൻ്റെ ഷെഡ്യൂളിൽ 447 പ്രകാരം കേസെടുത്ത് നടപടിക്രമങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ EDക്ക് സ്റ്റെപ്പ് ഇൻ ചെയ്യാം. ED ഇതിനകത്തേക്ക് കടന്നു വരാതെ ഇതൊരു ജസ്റ്റ് കോർപ്പറേറ്റ് അവിടുത്തെ ഒരു കോർപ്പറേറ്റ് രംഗത്തെ അല്ലെങ്കിൽ കമ്പനി കാര്യ മന്ത്രാലയവുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു അബറേഷനായി മാത്രം അത് നിലനിൽക്കുകയാണെങ്കിൽ ഇതിനകത്തൊരിക്കലും രാഷ്ട്രീയ രംഗത്തെ ഒരു വലിയ അഴിമതിയുടെ കഥ ഒരിക്കലും പുറത്തു വരില്ല. അപ്പോൾ SFIO അന്വേഷണം തടയാൻ അവർ ശ്രമിക്കുന്നു. അതിന് കോടതി വഴി അത് തടയാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കോടതികൾ ഈ ഒരു വിഷയത്തിൽ വളരെ ന്യായയുക്തമായിട്ടുള്ള തീരുമാനമെടുക്കും. കർണാടക ഹൈക്കോടതിയും കേരള ഹൈക്കോടതിയും ഇടപെടാവുന്ന വിഷയത്തിൽ കേരളത്തിലും കർണാടകയിലും നടന്നിട്ടുള്ള ടെറിട്ടോറിയൽ ജൂറിസ്ഡിക്ഷൻ ഈ രണ്ട് സംസ്ഥാനത്തിനും ഉള്ള ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഡൽഹിയിൽ കൊണ്ടുവന്നിട്ട് റിട്ട് ഫയൽ ചെയ്തിട്ട് SFIOയുടെ അന്വേഷണത്തിന് തടയിടാമെന്ന് വിചാരിക്കുന്നത് അത് അതിമോഹമാണ്. അത് നടക്കില്ല. പക്ഷേ കാത്തിരുന്ന് കാണാം. ഒരു കോടതി നടപടിയെക്കുറിച്ച് അങ്ങനെ പറയുന്നതിനകത്ത് അനൗചിത്യം ഉണ്ടെങ്കിലും ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇടപെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിവേയ്സ്, SFIO അന്വേഷണം ഫലപ്രാപ്തിയിലേക്ക് കൊണ്ടുവന്ന് എത്തിച്ചില്ല, 447 പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ EDക്ക് വരാൻ കഴിയില്ല. ED വന്നില്ല എന്നുണ്ടെങ്കിൽ കേരളം കണ്ട ഒരു വലിയ അഴിമതി, അത് കേരളം മനസ്സിലാക്കിയ ഒരു അഴിമതി നിയമത്തിന് കാണാൻ കഴിയാത്ത ഒരു സാഹചര്യമാകും. പിന്നെ ഇപ്പം CBI അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെല്ലണമെന്നുണ്ടെങ്കിൽ കർണാടക ഗവൺമെൻറ് തീരുമാനിച്ചാൽ മതി. പക്ഷെ കർണാടകത്തിലും തീരുമാനിക്കുന്നില്ല. രാഷ്ട്രീയക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്കെല്ലാം അവരുടേതായ താല്പര്യങ്ങളൊക്കെ തന്നെ ഈ നടപടിക്രമങ്ങളിലൂടെ ഹനിക്കപ്പെടുമെന്നുള്ളത് ഒരു പച്ചയായ യാഥാർത്ഥ്യമല്ലേ? ഇപ്പം തന്നെ CMRL എന്തിനാണ് ഇവരിപ്പോൾ ഡൽഹി ഹൈക്കോടതിയിലേക്ക് വന്നത്? CMRLന് വ്യക്തമായിട്ട് അറിയാം, അവർ ഡിസ്ക്ലോസ് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ സെറ്റിൽമെൻറ്റ് കമ്മീഷൻ ഒരു ഉത്തരവ് പാസ്സാക്കിയിരിക്കുകയാണ്. അവരെന്തുകൊണ്ട് ഈ അന്വേഷണത്തോട് സഹകരിക്കുന്നില്ല? സത്യസന്ധമായിട്ടുള്ള ഒരു കാര്യങ്ങൾ എന്താണെങ്കിലും തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് നിയമത്തിൽ പ്രൊട്ടക്ഷൻ കിട്ടത്തില്ലേ? അവർക്ക് അപ്രൂവറായി മാറത്തില്ലേ?
ഇതിനകത്ത് ED ആണെങ്കിലും CBI ആണെങ്കിലും ഈ സെറ്റിൽമെന്റ് കമ്മീഷൻ പ്രകാരമുള്ള ഉത്തരവില് സെറ്റിൽമെന്റ് കമ്മീഷന്റെ മുൻപിൽ ഇവർ ഡിസ്ക്ലോസ് ചെയ്ത കാര്യങ്ങളോട് ചേർന്ന് നിൽക്കുവാൻ നിയമപരമായിട്ട് ബാധ്യതയുണ്ട്. അങ്ങനെ ബാധ്യതയുള്ളവര് എന്തുകൊണ്ട് എന്തിനു വേണ്ടി അവര് ഈ ഒരു നടപടിക്രമത്തിലേക്ക് കടക്കുന്നു? അപ്പൊ ഈ CMRL എന്ന് പറയുന്നത് അവർക്ക് വേണ്ടിയല്ല അവർ ഈ കേസ് നടത്തുന്നത്. അവർക്ക് മറ്റാരുടെയോ ശക്തമായിട്ടുള്ള സമ്മർദ്ദത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് നടത്തുന്നത്. ഇവിടെ ഭാവിയിലെ പ്രോജക്റ്റുകൾ മാത്രമല്ല, ഈ പഴയ പല പ്രോജക്റ്റുകളും കേരളത്തിൽ ആരും കാണാതെ കിടക്കുന്ന പല വിഷയങ്ങളും ഇനിയിപ്പോൾ ഉയർന്നു വരും. ഇവിടെ അവർക്ക് ജീവിച്ചു പോകണ്ടേ? ഇങ്ങനെയുള്ള ലൈസൻസിങ് ഇല്ലീഗൽ ട്രാൻസാക്ഷൻസിനകത്തും ഒക്കെ ഈ കമ്പനി ഇൻവോൾവ് ആയിട്ടുണ്ടെങ്കിൽ പല ആരോപണങ്ങളും നമുക്കറിയാമല്ലോ. കരിമണലുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള പല വിഷയങ്ങളും ഉണ്ട്. ഇത് സർക്കാരിന്റെ ഒരു സപ്പോർട്ടോ ഒരു ആശീർവാദവും ഇല്ലാതെ സർക്കാരിനെ ശത്രുതയിലേക്ക് നയിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ പുറത്തു വരുമെന്നുള്ള പേടിയും കാണും. എന്റെ ചുരുക്കപ്പേര് അതിലുണ്ടാകാനേ സാധ്യതയില്ല. മറ്റു കാര്യങ്ങൾ നിയമസഭക്കകത്ത് പറയേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുള്ളതാണ്. അല്ല, PV ആരൊക്കെയാകാം? PV ആരൊക്കെയാകാം? എത്ര PVമാരുണ്ട് നാട്ടിൽ? അതെന്താ നിങ്ങള് അല്ല അത് പിന്നെ BJPയുടെ ഗവൺമെന്റിന്റെ ഉദ്യോഗസ്ഥന്മാര് അസ്യൂം ചെയ്തതിന് ഞാനെന്ത് പറയാനാണ്? എനിക്ക് പറയാൻ പറ്റില്ലല്ലോ. അല്ല, അത് തെരഞ്ഞെടുപ്പ് ഫണ്ട് ഇവിടുന്ന് വാങ്ങിയെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ, അവരും പറഞ്ഞിട്ടില്ലല്ലോ. അവരുടെ തെരഞ്ഞെടുപ്പ് ഫണ്ട് ഞാൻ വാങ്ങിയെന്ന്. ഞാൻ അവിടുത്തെ CEO എന്ന് പറയുന്ന ആളെ ഇതേവരെ കണ്ടിട്ടില്ല കേട്ടോ. അതാരാ CEO എന്ന് എനിക്കറിയില്ല. അത് തന്നെ CFO ആയാലും എനിക്കറിയില്ല ആരാണെന്നുള്ളത്. എനിക്കറിയില്ല, ഞാൻ അയാളെ കണ്ടിട്ടുമില്ല.